ഇന്ത്യയുമായി ഇപ്പോൾ ഒരു വമ്പൻ നീക്കം നടത്താൻ പദ്ധതിയിട്ടിരിക്കുകയാണ് റഷ്യ ഇപ്പോൾ. ഇന്ത്യയുമായി ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന മൾട്ടി റോൾ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ റഷ്യ ഒരു പുതിയ നീക്കം നടത്തുന്നു. എഞ്ചിൻ സവിശേഷതകളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാണ് ഈ പദ്ധതി മുമ്പേ മുടങ്ങിപ്പോയത്. ഈ സംയുക്ത സംരംഭം ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രധാന ഇളവോടെ ഒരിക്കൽ കൂടി ഇന്ത്യക്ക് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ ഇപ്പോൾ. റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനും ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും സഹകരിച്ച് പ്രവർത്തിക്കാനാണ് 2007 MTA പദ്ധതി രൂപീകരിച്ചത്. ഈ MTA പദ്ധതി അല്ലെങ്കിൽ മൾട്ടി റോൾ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പദ്ധതി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ പഴക്കം ചെന്ന അന്റനോവ് ആൻഡ് 32 വിമാനങ്ങൾക്ക് പകരമായി പുതിയ ഗതാഗത വിമാനം വികസിപ്പിക്കുകയായിരുന്നു ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യം വെച്ചത്. ഇങ്ങനെ ഇന്ത്യ 45 വിമാനങ്ങൾ വാങ്ങാനാണ് പദ്ധതിയിട്ടിരുന്നത്. അതേസമയം റഷ്യ ഏകദേശം 100 വിമാനങ്ങൾ വാങ്ങാനും ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ 2016 HAL ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങിയതോടെ പദ്ധതി തടസ്സപ്പെട്ടു. പ്രാഥമികമായി എഞ്ചിൻ തിരഞ്ഞെടുപ്പിലെയും പ്രൊജക്ട് മാനേജ്മെന്റിലെയും വ്യത്യാസങ്ങൾ കാരണമാണ് HAL പിന്മാറിയത്. എന്നാൽ ഇപ്പോൾ റഷ്യ വീണ്ടും മുന്നോട്ടെത്തിയിരിക്കുകയാണ്. അതായത് MTA പ്രോഗ്രാമിന് കീഴിൽ 60 പുതിയ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾക്കായുള്ള ടെൻഡർ ഇന്ത്യൻ എയർഫോഴ്സ് ഈ അടുത്തിടെ ഇഷ്യൂ ചെയ്തിരുന്നു. അപ്പോൾ മുതലാണ് റഷ്യ വീണ്ടും ഈ മത്സരത്തിൽ പ്രവേശിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ കണ്ടിരിക്കുന്നത്. ഈ സമയം ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ ഫീച്ചർ ചെയ്യുന്ന എഞ്ചിനുകൾ ഉപയോഗിച്ച് വിമാനത്തെ സജ്ജീകരിക്കാമെന്നാണ് റഷ്യ ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇത് പദ്ധതിയുടെ നേരത്തെയുള്ള സ്റ്റാളിലേക്ക് നയിച്ച ഒരു പ്രധാന തർക്ക വിഷയത്തെ അഭിസംബോധന ചെയ്താണ് ഇപ്പോൾ ഈ തീരുമാനവുമായി റഷ്യ എത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ആകട്ടെ MTA ഇന്ത്യൻ വേരിയന്റിനായി പാശ്ചാത്യ അല്ലെങ്കിൽ യൂറോപ്യൻ വാണിജ്യ എഞ്ചിനുകൾക്കാണ് മുൻഗണന നൽകുന്നത്. കാരണം റഷ്യയുടെ എഞ്ചിനുകൾക്ക് FADC അതായത് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ സിസ്റ്റം ഇല്ല. ഈ സിസ്റ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആണ്. ഇത് എയർക്രാഫ്റ്റിന്റെ ഫുൾ എഞ്ചിന്റെ പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യുന്നു. റഷ്യ ചരിത്രപരമായി തന്നെ തങ്ങളുടെ എഞ്ചിനുകളിൽ FADC സംവിധാനങ്ങൾ ഉൾപ്പെടുത്താൻ വിമുഖത കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ FADC ഇല്ലാത്ത റഷ്യൻ എഞ്ചിനുകൾ അറ്റകുറ്റപ്പണികളും പ്രവർത്തന വെല്ലുവിളികളും മുൻപ് നേരിട്ടിട്ടുള്ള ചരിത്രവുമുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ HAL ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറിയത്. എന്നാൽ ഇപ്പോൾ റഷ്യ ഇതിനോട് പൊരുത്തപ്പെടാൻ തയ്യാറാണ് എന്ന് തോന്നുമെങ്കിലും റഷ്യയുടെ എഞ്ചിനുകൾ IAFന് പുതിയ വെല്ലുവിളികളും വരുത്തുന്നുണ്ട്. അതായത് ഭൗതിക സ്വത്ത്, സാങ്കേതിക കൈമാറ്റം, റഷ്യൻ എയർഫ്രെയിം ഡിസൈനിലേക്ക് വിദേശ എഞ്ചിനുകളുടെ സംയോജനം എന്നിവയുമായി ബന്ധപ്പെട്ട സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. MTA പദ്ധതി പുനരുജ്ജീവിപ്പിക്കുന്നതിൽ എഞ്ചിൻ പ്രശ്നം ഒരു നിർണായക തടസ്സമായി തന്നെ തുടരുന്നു എന്ന് വേണം പറയാൻ. ഇന്ത്യയും റഷ്യയും ചേർന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് ഇരു രാജ്യങ്ങളുടെയും എയറോസ്പേസ് മേഖലകൾക്ക് കാര്യമായ നേട്ടമുണ്ടാക്കും. എന്നാൽ ഈ ശ്രമം പരാജയപ്പെടുകയാണെങ്കിൽ പാശ്ചാത്യ എതിരാളികളിൽ ഒരാളെ ഇന്ത്യ എന്തായാലും തിരഞ്ഞെടുക്കും. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പ്രതിരോധ സഹകരണത്തെ സ്വാധീനിച്ചേക്കാനും സാധ്യതയുണ്ട്. ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.